മിഡിൽ ഈസ്റ്റ് പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ബഹ്റൈനിൽ 12 രാജ്യങ്ങളുടെ സുരക്ഷാ ചർച്ചകൾക്ക് നേതൃത്വം നൽകി US സെൻട്രൽ കമാൻഡ്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം പരിഹരിക്കുന്നതിനായി 12 രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ബഹ്റൈൻ പ്രതിരോധ സേന സംഘടിപ്പിച്ച സുരക്ഷാ സംഭാഷണത്തിന്റെ US സെൻട്രൽ കമാൻഡ് ബുധനാഴ്ച നേതൃത്വം നൽകി. സെൻകോം കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമ്മേളനത്തിൽ ബഹ്റൈൻ, ഈജിപ്ത്, ജോർദാൻ, കുവൈറ്റ്, ലെബനൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന സൈനിക പ്രതിനിധികൾക്കൊപ്പം ചർച്ചകൾ നടന്നതായി എക്സിലെ ഒരു പോസ്റ്റിൽ സെൻകോം വ്യക്തമാക്കി. ആഗോള സമുദ്ര ഗതാഗതത്തിന് നിർണായകമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സ്വതന്ത്രമായ ഒഴുക്ക് സംരക്ഷിക്കുന്നതിനുള്ള രാജ്യങ്ങൾക്കിടയിലുള്ള പങ്കിട്ട പ്രതിബദ്ധതയായിരുന്നു യോഗത്തിന്റെ കേന്ദ്രബിന്ദു. സെൻകോം കമാൻഡറായ അഡ്മിറൽ ബ്രാഡ് കൂപ്പറും ബഹ്റൈൻ, ഈജിപ്ത്, ജോർദാൻ, കുവൈറ്റ്, ലെബനൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും നിലവിലെ പ്രാദേശിക സുരക്ഷാ അന്തരീക്ഷത്തെക്കുറിച്ചും മേഖലയിലുടനീളം പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്രമായ വാണിജ്യ പ്രവാഹത്തിനായുള്ള തങ്ങളുടെ പങ്കിട്ട പ്രതിബദ്ധത നേതാക്കൾ അടിവരയിട്ടു. അതും എക്സിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രാദേശിക പങ്കാളികളുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് ഞങ്ങൾ തുടരുന്നു. ചർച്ചകൾക്ക് ശേഷം അഡ്മിറൽ കൂപ്പർ പറഞ്ഞു. പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ പങ്കിട്ട പ്രതിബദ്ധത ചർച്ചകൾ അടിവരയിടുന്നു. സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നുമുള്ള സൈനിക നേതാക്കൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രാദേശിക പ്രതിരോധ സമ്മേളനത്തിൽ ആദ്യമായി പങ്കെടുത്ത സുരക്ഷാ സംഭാഷണമാണിതെന്നും സെൻകോം പ്രസ്താവിച്ചുകൊണ്ട് ഈ സമ്മേളനം ഒരു സുപ്രധാന നയതന്ത്ര സൈനിക നാഴികക്കല്ല് അടയാളപ്പെടുത്തി. വളർന്നുവരുന്ന ഭീഷണികളിൽ നിന്നും പ്രാദേശിക വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനുള്ള വിപുലമായ ശ്രമങ്ങളെ സമ്മേളനം എടുത്തു കാണിച്ചു. കൂടാതെ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഏകോപനവും വിവര പ്രവാഹവും ഉറപ്പാക്കാൻ മുൻപ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും സെൻകോം പ്രതിഫലിപ്പിച്ചു. മിഡിൽ ഈസ്റ്റിലുടനീളം ലോകത്തിലെ ഏറ്റവും സങ്കീർണവും വലുതുമായ സജീവ വ്യോമ മിസൈൽ പ്രതിരോധ കുടയാണ് അമേരിക്കയും പ്രാദേശിക പങ്കാളികളും പ്രവർത്തിപ്പിക്കുന്നത്. ജനുവരിയിൽ സെൻകോമും പ്രാദേശിക രാജ്യങ്ങളും വിവരങ്ങളും ഭീഷണി മുന്നറിയിപ്പുകളും പങ്കിടുന്നതിനും അടിയന്തര സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതിനുമായി ഒരു പുതിയ മിഡിൽ ഈസ്റ്റേൺ വ്യോമ പ്രതിരോധ ഏകോപന സെൽ സ്ഥാപിച്ചു. അതേസമയം ഖത്തറും പാകിസ്ഥാനും ദോഹയിൽ US ഇറാനിയൻ ചർച്ചക്കാരുമായി വെവ്വേറെ കൂടിക്കാഴ്ചകൾ നടത്തിയതായും 14 പോയിന്റ് ധാരണാപത്രവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിൽ പോസിറ്റീവ് പുരോഗതി റിപ്പോർട്ട് ചെയ്തതായും ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് പറഞ്ഞു. ലേക്ക് ലൂസേൻ ഉച്ചകോടിയുടെ ഫലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചർച്ചകൾ നടക്കുന്നതെന്നും ഇറാന്റെ മുൻ പരമോന്നത നേതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷവും ചർച്ച തുടരുമെന്നും ഖത്തർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവുമായ മജീദ് അൽ അൻസാരി വ്യാഴാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്തു. ഖത്തർ, പാകിസ്ഥാൻ മധ്യസ്ഥർ ഇന്ന് ദോഹയിൽ US-ഉമായും ഇറാനുമായും നടത്തിയ വെവ്വേറെ കൂടിക്കാഴ്ചകൾ അവസാനിപ്പിച്ചു. ലേക്ക് ലൂസേൻ ഉച്ചകോടിയുടെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഇസ്ലാമാബാദ് ധാരണാപത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടായി. വരും കാലയളവിൽ ചർച്ചകൾ തുടരാൻ കക്ഷികൾ സമ്മതിച്ചു. മുൻ ഇറാനിയൻ പരമോന്നത നേതാവിന്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കഴിയുന്നത്ര വേഗം അടുത്ത യോഗം ഷെഡ്യൂൾ ചെയ്യുമെന്നും അൽ അൻസാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.